നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗ് മത്സരം, ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിൻ്റെ നറുക്കെടുപ്പ്, ഇങ്ങനെയൊക്കെ കളികളുമായി ബന്ധപ്പെട്ട ആകെ കോലാഹലങ്ങളിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പല സുപ്രധാന നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇന്നലത്തെ രാത്രി എന്ന് പറഞ്ഞാൽ പല വമ്പൻ താരങ്ങളെക്കുറിച്ചും വാർത്തകൾ വന്ന ഒരു രാത്രിയാണ്. അത് പലതും നമുക്ക് അവിശ്വസനീയമായി തോന്നിയതാണ്. ബ്രൂണോ ഫെർണാണ്ടസിനെ റയൽ മാഡ്രിഡിലേക്ക് ഓഫർ ചെയ്തു. ഇന്നലെ വന്ന സുപ്രധാന വാർത്തയാണ്. അതിനോട് പിന്നെ മൈക്കിൾ കാരിക്ക് ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ റൂബൻ ഡയസിനെ റയൽ മാഡ്രിഡിലേക്ക് ഓഫർ ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ. അതോടൊപ്പം ലൂക്കാസ് പക്വേറ്റ ഫ്ലമിംഗോയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. മറ്റു പല പ്രധാന താരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുള്ളൊരു രാത്രി. ട്രാൻസ്ഫർ മാർക്കറ്റിൽ അതിവേഗം നീക്കങ്ങൾ നടക്കുന്ന രാത്രി. ഇതിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ മൈക്കിൾ കാരിക്ക് പറഞ്ഞത്, ഞാനിപ്പോൾ ലോങ് ടേം ആയിട്ട് ഒന്നിനെക്കുറിച്ചും പറയുന്നില്ല. ഞങ്ങൾക്ക് അടുത്ത കളി ഫുൾഹാമിനെതിരെ, അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ബ്രൂണോയും ആ കളിക്ക് ഫുള്ളി കമ്മിറ്റഡാണ്. ഇപ്പോൾ ഈ ട്രാൻസ്ഫർ ജാലകം അടക്കാൻ പോവുകയാണല്ലോ. പിന്നെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തൊക്കെ നടക്കുന്നുള്ളൂ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയാം. അതായത് ബ്രൂണോക്ക് ഇളക്കമുണ്ട് എന്ന തരത്തിലുള്ള, അതായത് ഇളക്കം തട്ടിയിട്ടുണ്ട്, അവിടെ തുടരും എന്നുള്ളതിൽ നിന്ന് ആ സ്റ്റാൻഡിൽ നിന്ന് ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം റൂബൻ ഡയസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ടെങ്കിലും അത് റയൽ അങ്ങനെ ഒരു ഓഫർ ഡിനൈ ചെയ്തു എന്നാണ് ലഭ്യമാവുന്നത്. പിന്നെ വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത ഓസ്കാർ ബോബിൻ്റെ കാര്യത്തിൽ, അത് ഇന്നലെ തന്നെ ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ളതാണ്. അദ്ദേഹം 27 മില്യൺ ഡീലിന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഫുൾഹാമിലേക്ക് ജോയിൻ ചെയ്തു. 20% സെല്ലോൺ ക്ലോസ് മാഞ്ചസ്റ്റർ സിറ്റി കൈവശം വെക്കുന്നു എന്ന കാര്യം കൂടി അതിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നത്, നെഗോസിയേഷൻ നടക്കുന്നുണ്ട് പാരീസ് സെന്റ് ജർമ്മനും ബയർ ലെവർക്യൂസനും തമ്മിൽ. 18കാരനായിട്ടുള്ള ഡിഫൻഡർ നൊഹാം കമാറക്ക് വേണ്ടി ടോക്സ് നടക്കുന്നത് ലോൺ ഡീലിനല്ല, പെർമനൻറ്റ് മൂവിനാണ്. ഏതായാലും PSG വാതിലുകളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് ഫബ്രിസിയോ റൊമാനോ പറയുന്നത്. അതേസമയം ഓഫൻ ഹെയ്മർ റോയ് വിൽസനെ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ലോൺ ഡീലാണ്, അവർ ആസ്റ്റൺ വില്ലയുമായിട്ട് ചർച്ച ചെയ്യുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. അത് ലോൺ ഡീലാണെങ്കിലും വിത്ത് ബൈ ഓപ്ഷൻ ക്ലോസ് വെച്ചുകൊണ്ട് ലോൺ ഡീലിലേക്കാണ് പോകുന്നത്. ബൈ ഓപ്ഷൻ ക്ലോസ് 7 മില്യൺ യൂറോക്കായിരിക്കും സെറ്റ് ചെയ്യുക എന്നാണ് റിപ്പോർട്ട്. പിന്നെ ജീൻ ഫിലിപ്പെ മാറ്റിറ്റയുടെ കാര്യം, അദ്ദേഹം AC മിലാനിലേക്ക് എത്താനാണ് സാധ്യത. പേഴ്സണൽ ടേംസൊക്കെ അഗ്രി ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രിസ്റ്റൽ പാലസിൻ്റെ ഈ വീക്കെൻഡിലെ മത്സരത്തിനുള്ള സ്ക്വാഡിൽ ഉണ്ടാവില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത്, ഹെർത്ത ബെർലിന് ഇപ്പോൾ ജോസിപ്പ് ബ്രിക്കാലോയെ റയൽ ഒവീഡോയിൽ നിന്ന് സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഇറ്റാലിയൻ ക്ലബ്ബും താരത്തിനു വേണ്ടി രംഗത്തുണ്ട് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ഹെർത്തയിലേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത് എന്നുകൂടി ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഡേവിഡ് ഫ്ലാറ്റ്സിയുടെ കാര്യത്തിൽ ലോൺ വിത്ത് ബൈയിങ് ഓപ്ഷൻ ക്ലോസ് വെച്ച് നീക്കങ്ങൾ നടത്തുന്നു. ഫൈനൽ ഡിസിഷൻ പക്ഷേ നടത്തേണ്ടത് താരം തന്നെയാണ്. അതിനിടയ്ക്ക് ബാഴ്സലോണ ഫെർമിൻ ലോപ്പസിൻ്റെ കോൺട്രാക്റ്റ് 2031 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വാർത്ത ഇന്നലെ ഒഫീഷ്യലി FC ബാഴ്സലോണ തന്നെ അറിയിച്ചതാണ്. പിന്നെ അഡമോല ലുക്മാൻ്റെ കാര്യത്തിൽ അറ്റ്ലാന്റ ഇതുവരെ പേയ്മെൻറ്റ് ടേംസ് കണ്ടീഷൻസ് എഗ്രി ചെയ്തിട്ടില്ല, ഓഫേർഡ് ബൈ ഫെണർബാഷെ. ആ കാര്യം കൂടി പുറത്തേക്ക് വരുന്നു. ഇതിൽ വെർബൽ എഗ്രിമെൻറ്റ് 40 മില്യൺ യൂറോയുടെ പാക്കേജ് ഒക്കെ തീരുമാനമായതാണ്. പക്ഷേ ഈ ഒരു കണ്ടീഷൻസ്, പേയ്മെൻറ്റ് ടേംസുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻസ് ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് അവസാന നിമിഷത്തിൽ ഈ ഡീൽ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഒരു ട്വിസ്റ്റ് അവിടെ നടക്കുമോ എന്നുള്ളതാണ് ഇനി ആ കാര്യത്തിൽ കണ്ടറിയേണ്ടത്. പിന്നെ ടോറിനോ ഇപ്പോൾ ലൂക്കാസ് മരിയാന്യൂച്ചിയെ ലോണിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, നാപ്പോളിയിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജൂൺ മാസം വരെ, അതായത് സീസൺ അവസാനിക്കുന്നവരെ ലോണിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ടോറിനോ അദ്ദേഹത്തിന് ഫുൾ സാലറി കവർ ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കരീം ബെൻസിമയുടെ കാര്യം. നമ്മളത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത ലേക്കിപ്പ് ഔട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പലരും അത് അത്ര ശ്രദ്ധിച്ച് കാണണമെന്നില്ല. എന്നാൽ വീണ്ടും പറയുകയാണ്, കരീം ബെൻസിമയും അൽ ഇത്തിഹാദും തമ്മിലുള്ള ബന്ധം വഷളായിട്ടുണ്ട്. അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഓഫർ കൊടുത്തതിൽ
ഇമേജ് റൈറ്റ് മാത്രം ഏതാണ്ട് ഫ്രീ ആയിട്ട് കളിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ അൽ നജ്മക്കെതിരെയുള്ള ഈ വീക്കെൻഡിലെ കളിയിൽ നിന്ന് സ്ക്വാഡിൽ നിന്ന് സ്വയം പിൻവാങ്ങിയിരിക്കുന്ന ആ കാര്യം ഫബ്രിസിയോ റൊബാനയും സ്ഥിരീകരിക്കുന്നു. നമ്മൾ ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ പലരും അത്ര പ്രാധാന്യം കൊടുത്തെന്ന് തോന്നുന്നില്ല. ഏതായാലും കരീം ബെൻസിമ സ്റ്റിൽ നോട്ട് പ്ലാനിങ് ടു റിട്ടേൺ ടു മാച്ച് ദ സ്ക്വാഡ് വൈൽ അൽ ഇത്തിഹാദ് ന്യൂ കോൺട്രാക്ട് പ്രപ്പോസൽ ഓൺലി ഇൻക്ലൂഡ്സ് ഇമേജ് റൈറ്റ്സ് എന്ന് കരീം ബെൻസിമയുടെ കാര്യത്തിൽ ഫബ്രിസിയോ റൊബാനയും ഇപ്പോൾ അതിനെക്കുറിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുള്ളത് ലൂക്കാസ് പക്കേറ്റയുടെ കാര്യത്തിലാണ്. അദ്ദേഹം ഫ്ലെമിംഗോയിലേക്ക് മടങ്ങിയെത്തി. ഫ്ലെമിംഗോ താരമായിട്ട് സൈനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ തന്നെ അദ്ദേഹം വെസ്റ്റാമിൽ നിന്ന് വിടുകയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. 42 മില്യൺ ഫീസിനാണ് വെസ്റ്റാമിൽ നിന്ന് അദ്ദേഹം പോകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഫ്ലെമിംഗോക്ക് റെക്കോർഡ് ഡീലാണ് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇൻ്റർ മിലാന് ഇപ്പം യാനിസ് മസോലിനെ മൊഡേണയിൽ നിന്ന് സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വെർബൽ എഗ്രിമെൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞു. 4.5 മില്യൺ യൂറോയാണ് ഫീസ് പ്ലസ് ആഡ് ഓൺസ്. ഏതായാലും അദ്ദേഹം ഇറ്റാലിയൻ സീരി ബിയിൽ ഈ സീസൺ അവസാനം വരെ മൊഡേണയിൽ തന്നെ തുടരും. അതിനുശേഷമായിരിക്കും ഇൻ്റർ മിലാനിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുക. ഒപ്പം ഇൻ്റർ മിലാന് ലിവർപൂളുമായിട്ട് ഒരു ചർച്ചയിലാണ്. മറ്റൊന്നുമല്ല, അവർക്ക് കേർട്ടിസ് ജോൺസിനെ ലോൺ ഡീലിൽ വിത്ത് ബൈ ഓപ്ഷൻ ക്ലോസ് വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. അതുപോലെ തന്നെ മറ്റൊരു ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരം, സിറോ ഇമ്മൊബീലെ ഇറ്റാലിയൻ സൂപ്പർ താരം പാരീസ് FC എത്താനുള്ള സാധ്യത കാണുന്നു. എഗ്രിമെൻറ്റ് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഫൈനൽ ഗ്രീൻ ലൈറ്റ് പ്ലെയറുടെ ഭാഗത്തു നിന്നാണ് ലഭിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ മെഡിക്കലും മറ്റുമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പാരീസ് FC എത്തിയേക്കും. ഇതൊക്കെയാണ് ഇന്നലെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങൾ. ഇന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചടുലമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രാൻസ്ഫർ ജാലകം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.